യുഎഇയും ഇറാനും തമ്മിൽ രഹസ്യ കരാർ പ്രാബല്യത്തിൽ വന്നു. പരസ്പരം ആക്രമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധാരണ എന്ന് വ്യവസ്ഥ ചെയ്യപ്പെടുകയും ചെയ്തു. നമ്മൾ ഈ ഓരോരോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന സമയത്ത് അത്ഭുതകരമായിരിക്കുന്ന പല സംഭവങ്ങൾ അതിനിടയിൽ നടക്കും. വേണമെങ്കിൽ യുദ്ധത്തിനിടയിലെ പുട്ടുകച്ചവടം എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും. ഇറാഖ് യുദ്ധസമയത്ത് സൈനിക കമാൻഡർമാരെ അടക്കം ഉന്നതരെയാണ് ഹെലികോപ്റ്ററിൽ പാരച്യൂട്ട് ഇറക്കിയിട്ട് അവരെ കടത്തിക്കൊണ്ടുപോയത്. എങ്ങോട്ട്? അമേരിക്കയിലേക്ക്. സദ്ദാം ഹുസൈന് വിധി പറഞ്ഞ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജ് പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്ന റിപ്പോർട്ടൊക്കെ നമ്മൾ വായിച്ചതാണ്. എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്ന് ഒരു എത്തും പിടിയും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. പല സംഭവങ്ങളും പലതരത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാഖിൻ്റെ വിദേശകാര്യമന്ത്രി ഈ താരിഖ് അസീസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒറ്റുകാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു, സ്ഥിരീകരണമില്ലെങ്കിൽ പോലും. ഏതായിരുന്നാലും അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല, വിചാരണക്ക് എത്തപ്പെട്ടിട്ടില്ല, വിചാരണ കോർട്ടിൽ കയറിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യവുമാണ്. ഇപ്പോൾ യുഎഇയും ഇറാനും തമ്മിൽ വലിയ സംഘർഷാവസ്ഥ 28-ാം തീയതി, അന്ന് പിന്നീട് മാർച്ച് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. വലിയ സംഘർഷാവസ്ഥ എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ മുഖാമുഖമുള്ള യുദ്ധം പോലെയാണ്. അതിൽ യുഎഇക്ക് പങ്കാളിത്തമൊന്നുമില്ല. പക്ഷേ യുഎയിലുള്ള അബുദാബിയിലെ അമേരിക്കയുടെ സൈനിക ബേസ് അൽദഫ്ര ബേസ്, എയർ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അമേരിക്ക നടത്തിയത്. യുഎ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പ്രാഥമിക റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയും ഒരു തെളിവായിട്ട് സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാനും പറ്റില്ല. അപ്പോൾ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ 28-ാം തീയതി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വ്യാപകമായിരിക്കുന്ന ഓപ്പറേഷനാണ് നടന്നത് ഇറാനിൽ. അതോടുകൂടി ആ രാജ്യം തന്നെ അട്ടിമറിയും, അവിടെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവും എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ആത്മീയ നേതാവ് അടക്കമുള്ള ഉന്നതരെ കൊലപ്പെടുത്തിയിട്ട് കൊല വിളിച്ചുകൊണ്ട് ഒരു മാസ പ്രകടനം അമേരിക്കയും ഇസ്രായേലും നടത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിലെ ഓരോ ഇറാനികളും കൊല്ലപ്പെടുന്നതിന് സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ആത്മീയ നേതാവ് കൊല്ലപ്പെട്ട സമയത്തുണ്ടായത്. അതുകൊണ്ട് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു, അത് ശിക്ഷ വന്നു. അത് യുഎഇയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അന്നുണ്ടായത്, അന്ന് വെച്ചാൽ അതിനോടനുബന്ധിച്ചുണ്ടായത്. പിന്നീട് മുന്നോട്ടുള്ള പല ഘട്ടങ്ങളിലും യുഎഇയുടെ ബേസ് അമേരിക്ക ഉപയോഗിക്കുകയും അവിടെ നിന്ന് ആക്രമണം നടത്തുകയും ചെയ്തു. സമാനമായിട്ടുള്ള തിരിച്ചടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീടുള്ള മുന്നോട്ടുള്ള കാലം, അതായത് ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് മധ്യ കഴിഞ്ഞതിന് ശേഷം, മാർച്ച് അവസാനത്തോടു കൂടി ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ യുഎഇയുടെ മാർക്കറ്റ് അന്താരാഷ്ട്ര വിപണിയാണ്. ലോകത്താകമാനമുള്ള വ്യവസായ സമ്പന്നരൊക്കെ പണം നിക്ഷേപിക്കുന്ന ഒരു അന്താരാഷ്ട്ര മാർക്കറ്റും ഒരു വിപണിയുമാണ് യുഎഇ എന്ന് പറയുന്നത്. അതിന് ഇടിവുണ്ടാവും. ഇടിവുണ്ടാകുന്ന സമയത്ത് സാമ്പത്തിക വരുമാന സ്രോതസ് നിലക്കും. അതോടൊപ്പം തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടും. ഏതുപോലെ കുവൈറ്റിൽ യുദ്ധമുണ്ടായ സമയത്ത് കുവൈത്ത് ദീനാറിന് ഒരു കടലാസിൻ്റെ വില പോലും ഇല്ലായിരുന്നു. നമ്മൾ ആലോചിച്ച് അറിയാൻ വേണ്ടി പറ്റും. ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ള കറൻസിയാണ് കുവൈത്ത് ദിനാർ എന്ന് പറയുന്നത്. ഇന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഒരു കറൻസി കൊടുത്താൽ 200 മുതൽ 300 ഇന്ത്യയുടെ രൂപ വരെ കിട്ടുന്നതാണ്. കൃത്യമായിട്ട് അറിയില്ല, 300 ചില്ലാനാന്ന് തോന്നുന്നുണ്ട്, 312 തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയും ഉണ്ട്. എന്നാൽ ഡോളർ ആകുന്ന സമയത്ത് 95 രൂപ കൊടുത്ത ഒരു ഡോളർ കിട്ടും. 93, 98 അങ്ങനെയൊക്കെയാണ് വരുന്നത്. 98 എത്തിയിട്ടില്ല, 93, 89 അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ $2.5 കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ദിനാർ കിട്ടൂ. അത് സദ്ദാം ഹുസൈൻ്റെ ആക്രമണത്തോട് കൂടിയിട്ട് അങ്ങനെ തന്നെ നിലം പൊത്തി വീണു. പിന്നീട് ആ ദിനാറിന് $1 വില പോലും ഇല്ലാത്ത സ്ഥിതി, കടലാസ് പേപ്പറായിട്ട് മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മൂല്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ യുഎഇക്ക് ഇങ്ങനെ സാമ്പത്തിക തകർച്ച വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഉയരമുള്ള ബുർജ് ഖലീഫ ഉള്ളത് യുഎഇയിലാണ്. അതൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ. യുഎഇ വളരെ തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തിയിട്ട് എന്ത് ചെയ്തു? ഇറാനുമായിട്ട് കരാറുണ്ടാക്കി. ആ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഡീലിംഗ് മാത്രമാണ് പുറത്തു വന്നത്. ഇതൊരു പബ്ലിക് റിപ്പോർട്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല.
ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു, അത് ആദ്യം തന്നെ UAE ചെയ്തിരിക്കുന്ന കാര്യം 28-ാം തീയതിയോടനുബന്ധിച്ച് തന്നെ UAE അമേരിക്കയുടെ അംബാസഡറെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയും തങ്ങളുടെ രാജ്യത്ത് നിന്ന് UAE ആക്രമിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതോടുകൂടി ഈ UAEയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് വലിയ രീതിയിലുള്ള ഇടിവ് അവിടെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2026 ഫെബ്രുവരി, ഈ മാസം ഫെബ്രുവരി 28-നും മാർച്ച് 2-നുമാണ് അൽദഫ്ര എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ നടത്തിയത്. ഈ രണ്ട് സമയത്തും വല്ലാതെ വൈകാതെ ശക്തമായിരിക്കും തിരിച്ചടി വന്നു എന്ന് പറയുന്നത് അത് അമേരിക്കയുടെ സൈനിക ബേസ് മാത്രമല്ല, UAEയുടെ ഗവൺമെൻറ് തലത്തിലുള്ള ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അതിൻ്റെ ഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നല്ല പറയുന്നത്, ആക്രമണത്തിൻ്റെ ഈ ചില്ലുകളൊക്കെ തെറിച്ചുകൊണ്ട് അതിൻ്റെ കഷ്ണങ്ങൾ തെറിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇറാനെ UAE സംബന്ധിച്ച് വല്ലാത്ത രീതിയിൽ മുറിവേറ്റിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ UAEയും ഇറാനും തമ്മിലുള്ള പരോക്ഷ നയതന്ത്ര ചർച്ച അതോടനുബന്ധിച്ച് തന്നെ ആരംഭിച്ചു. അതിൽ ഖത്തർ മധ്യസ്ഥ വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതല്ലാത്ത രീതിയിൽ ഒമാനാണ് വഹിച്ചത് എന്ന് പറയുന്നു. ഒമാനും ഇറാനും തമ്മിൽ എല്ലാ കാര്യത്തിലും നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഒമാൻ്റെ മധ്യസ്ഥയിലായിരിക്കാം ഇങ്ങനൊരു ചർച്ച നടത്തി UAEയുടെ ഇത് വിഷയം എന്ന് പറഞ്ഞാൽ UAEയുടെ ഇറാൻ്റെ ഫണ്ട്, UAEയിലുള്ള ഇറാൻ്റെ ഫണ്ട് ഘട്ടം ഘട്ടമായി നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒരു കരാർ വ്യവസ്ഥ അവിടെ ഉണ്ടാക്കി. ഫണ്ട് എന്ന് പറഞ്ഞാൽ 300 ബില്യൺ ഡോളറിൻ്റെ ഇടപാടെങ്കിലും ഇറാൻ വ്യവസായികളും സർക്കാർ പ്രതിനിധികളുമായിട്ട് UAEയുമായിട്ടുണ്ട്. UAEൻ്റെ സർക്കാർ ആവാം, പ്രൈവറ്റ് സെക്ടർ അവർ എല്ലാം ആയിട്ടുണ്ട്. അതിൽ $20 ബില്യൺ UAE മരവിപ്പിച്ചിട്ടുണ്ട്. ആ മരവിച്ച പണത്തിൽ നിന്ന് $3 ബില്യൺ നിലവിലെ സാഹചര്യത്തിൽ ഇറാന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു രഹസ്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. മാർച്ച് 2 വരെ അവരുടെ ലിസ്റ്റ് പ്രകാരം പറയുന്ന സമയത്ത് മാർച്ച് 2 വരെ 174 ബാലിസ്റ്റിക് മിസൈലും 689 ഡ്രോണുകളും UAEക്ക് നേരെ ഇറാൻ തൊടുത്ത് വിട്ടിട്ടുണ്ട്. സ്ഥിരീകരിക്കാത്ത മറ്റൊരു റിപ്പോർട്ടിനകത്ത് പറയുന്നു ഈ മാർച്ച് 2-ന് ശേഷം മാർച്ച് മധ്യത്തോട് കൂടിയിട്ട് വീണ്ടും ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാർച്ച് അവസാനത്തോടു കൂടിയാണ് ഈ കരാർ വ്യവസ്ഥയുടെ ഏകദേശം ധാരണ ആയത്. പിന്നീട് ഏപ്രിൽ മാസം തുടങ്ങി, നമ്മളിപ്പോൾ മെയ് കഴിഞ്ഞു, ജൂൺ മാസത്തിൽ നിൽക്കുന്നു. അതിനുശേഷം ഒരു ആക്രമണം പോലും ഇറാനിൽ നിന്ന് UAEക്ക് നേരെ ഉണ്ടായിട്ടില്ല. അത് രഹസ്യ ധാരണയുടെയും കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പറയുന്നത് 438 ബാലിസ്റ്റിക് മിസൈൽ, 2012 ഡ്രോണുകൾ, 19 ക്രൂസ് മിസൈൽ, ഇതെല്ലാം തങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് UAE പ്രയാസത്തോടു കൂടി പറയുന്നതാണ്. എന്താണ് അതിൻ്റെ സ്ഥിതി കാര്യങ്ങളെ പറ്റി പറഞ്ഞത്? ഫെബ്രുവരി 28, മാർച്ച് 2 ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത സംഭവമാണ്. ആണവ ബോംബ് പൊട്ടിയ ഇടത്തെ ആകാശം പോലെയായിരുന്നു അബുദാബി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തങ്ങളുടെ ആകാശത്തിൻ്റെ അവസ്ഥകൾ. അതായത് 2ാം ലോക യുദ്ധത്തിലാണ് അമേരിക്ക ഹിരോഷിമയിൽ നാഗസാക്കിയിൽ അണുബോംബ് പൊട്ടിച്ച സമയത്തുള്ള ആകാശം കരിയോല് തേച്ച പോലെയാണ്. ആ രീതിയിൽ കറുത്ത് ഇരുണ്ടു പോയിരുന്നു. ഒന്നും വ്യക്തമായി കാണാത്ത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഒരു സ്ഥലം നല്ല കിലോമീറ്ററുകളോളം, ഏകദേശം 40-50 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ആകാശം കറുത്തിരുണ്ടിരുന്നു. പരസ്പരം കാണാത്ത രീതിയിൽ വിഷപ്പുകകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിരീക്ഷിക്കാൻ വേണ്ടി ബോംബിട്ട ആൾ പിന്നീട് വിമാനത്തിൽ വന്ന് പരിശോധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന സമയത്തും ഒരുപാട് പ്രയാസപ്പെട്ടെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അയാൾ പിന്നെ ആത്മഹത്യ ചെയ്ത് നമുക്കറിയാം. അപ്പോൾ താന്ന് പറഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് മനുഷ്യന്മാരും ജീവജാലങ്ങളും മൃഗങ്ങളും സസ്യങ്ങളും കൂട്ടിക്കൊയഞ്ഞ് കരിഞ്ഞ് ഉണങ്ങിക്കിടക്കുന്ന ദയനീയ അവസ്ഥ കണ്ടിട്ട് ഇത് എൻ്റെ കയ്യാലാണല്ലോ വന്നത് എന്ന് ആലോചിച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ പറയുന്ന വിഷയം, നമ്മൾ കൃത്യമായ രീതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മളിപ്പോൾ ജൂലൈ മാസത്തിൽ നിൽക്കുന്നു. തൊട്ട് മുമ്പുള്ളത് ജൂൺ മാസം, അതിനു മുൻപുള്ളത് ഏപ്രിൽ മാസം. മാർച്ച് പകുതിയോട് കൂടി അല്ലെ മാർച്ച് അവസാനത്തിന് ശേഷം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ മാസത്തിലൊന്നും എന്തുണ്ടായിട്ടില്ല, UAEക്ക് നേരെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിട്ട്. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നീട് നിങ്ങൾ എന്തുകൊണ്ട് ആക്രമിക്കില്ല എന്ന് UAE ഇറാനോട് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ നടന്ന ഡീലിംഗ് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാണ് യുദ്ധത്തിനിടയിലെ പുട്ടുകച്ചവടം എന്ന് പറയുന്നത്. ഇതിൽ ഉദാഹരണം പറയാൻ, ഈ ബില്ലാദൻ, ഭീകരവാദിയായിരിക്കുന്ന ബില്ലാദൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ബില്ലാദൻ്റെ തൊട്ടടുത്ത ആളാണ് ഐമൻ സവാഹിരി എന്ന് പറയുന്ന ആൾ. ഈ 2 പേരും
ഒന്നുകിൽ പാകിസ്ഥാനിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ അവരുടെ ഈ പ്രത്യേക കേന്ദ്ര കാര്യങ്ങളിൽ നിൽക്കുന്ന സമയത്തോ അമേരിക്കയുടെ സൈനികൾ വളഞ്ഞ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. വളഞ്ഞ സമയത്ത് പിന്നീട് ഒരു ഡീലിംഗ് അവിടെ നടന്നു എന്നുള്ളതാണ്. അഥവാ ഏറ്റവും മുതിർന്ന വലിയ ഭീകരവാദി ബിൻ ലാദനാണ്, തൊട്ടടുത്തുള്ള ഭീകരവാദി ആരാണ്? അയ്മൻ സവാഹിരിയാണ്. എങ്ങനെയാണെങ്കിലും ഒരാളെ പിടികൂടുകയോ ഒരാളെ കൊലപ്പെടുത്തുകയോ ചെയ്യും. അതിന് ബിൻ ലാദൻ വിഭാഗം ഐമൻ സവാഹിരിയെ രഹസ്യമായ രീതിയിൽ അമേരിക്കക്ക്, അല്ലെങ്കിൽ അന്ന് വളഞ്ഞത് പാകിസ്ഥാനാണെങ്കിൽ അവർക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതും അയാളെ കൊണ്ടുപോയി എന്നുള്ള റിപ്പോർട്ടുമാണ്. കൊലപ്പെടുത്തി എന്നുണ്ട്, കൊലപ്പെടുത്താതെ മറ്റെന്തോ കാരണത്താൽ ഇയാൾ രക്ഷപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ആ ഭാഗം കൃത്യമല്ല. ഏതായിരുന്നാലും അങ്ങനെ ഒരു ഡീലിംഗ് അവിടെ നടന്നിട്ടുണ്ട്. യുദ്ധത്തിൽ ഇങ്ങനെയൊക്കെ ഡീലിംഗ് നടക്കുക സ്വാഭാവികമാണ്. ഇപ്പോൾ ആദ്യാദ്യ ഘട്ടത്തിൽ ബഹ്റൈനും കുവൈറ്റും ഇല്ലായിരുന്നു. ഇപ്പോൾ ബഹ്റൈനും കുവൈറ്റുമാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? ആ മേഖലയിൽ നിന്നാണ് അമേരിക്ക ആക്രമിക്കുന്നത്. എന്തുകൊണ്ട് യു എ ആക്രമിക്കുന്നില്ല? യു എ ആക്രമിക്കാൻ വേണ്ടി യു എ സമ്മതിക്കുന്നില്ല, അമേരിക്ക സമ്മതിക്കുന്നത്. അമേരിക്കയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽ യു എ ഏറ്റവും കൂടുതൽ അറേബ്യൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിരിക്കുന്ന ഒരു രാജ്യമായിട്ടും മേഖലയായിട്ടും യു എ മാറിയിട്ടുണ്ട്. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം തൽക്കാലമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.